എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ബി.ജെ.പി. വിരുദ്ധ രാഷ്ട്രീയത്തിൽ CPIM സഹകരണം അനിവാര്യമെന്ന് കോൺഗ്രസ്. തടസ്സം CPIMന്റെ കേരള ഘടകമെന്ന് A.K. ആന്റണി. CPIM കോൺഗ്രസിന്റെ ശത്രുവല്ലെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസുമായി മുന്നണി ഉണ്ടാക്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പിണറായി വിജയൻ സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിൽ കല്ലുകടി. ഔദ്യോഗികമായി ക്ഷണിക്കാത്തതുകൊണ്ട് VS പങ്കെടുത്തില്ല. സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനെത്തിയ പ്രതിപക്ഷ യുവജന സംഘടനകൾ തമ്മിൽ തല്ലി. യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ കല്ലേറും കയ്യാങ്കളിയും. പോലീസിന് പരുക്ക്. ഡേ കെയറുകളെക്കുറിച്ച് റിപ്പോർട്ടർ അന്വേഷണം. കുട്ടികളെ ഉറക്കാൻ ലഹരി മരുന്ന് നൽകുന്നുവെന്ന് പരാതി. സംസ്ഥാന തലത്തിൽ പരിശോധന നടത്തുമെന്ന് KK ശൈലജ. ഡേ കെയറുകളെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാക്കും. കൊച്ചിയിലെ ഡേ കെയറുകളിൽ പോലീസ് പരിശോധന. ബാബറി മസ്ജിദ് കേസിൽ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഈ മാസം 30-ന് ഹാജരാകണമെന്ന് ലക്നൌ കോടതി. 30-ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. BJP നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചന കുറ്റം. വിഴിഞ്ഞം കരാറിലെ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി CPI. ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം അനിവാര്യം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന സഭയിൽ പ്രതിപക്ഷം. കേന്ദ്ര ഫണ്ട് കിട്ടാൻ കാലതാമസമെന്ന് മുഖ്യമന്ത്രി. BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ CPIM സഹകരണത്തിന്റെ അനിവാര്യത ചൂണ്ടിക്കാട്ടി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. ഈ സഹകരണത്തിന് തടസ്സം നിൽക്കുന്നത് CPIM കേരള ഘടകമാണെന്ന് A.K. ആന്റണി കുറ്റപ്പെടുത്തി. CPIM കോൺഗ്രസിന്റെ ശത്രുക്കളല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ കോൺഗ്രസുമായി മുന്നണി ഉണ്ടാക്കുക അസാധ്യമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഏകോപിത സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് ദേശീയ തലത്തിൽ കരുത്തുപകരാൻ CPIM അടക്കം സഹകരിക്കണമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് A.K. ആന്റണി അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഈ നീക്കത്തിന് തടസ്സം നിൽക്കുന്നത് CPIMന്റെ കേരള ഘടകമാണ്. ഈ സമീപനവുമായി കേരള ഘടകത്തിന് അധികകാലം തുടരാൻ കഴിയില്ലെന്നും A.K. ആന്റണി പറഞ്ഞു. ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങളുടെ തർക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പൊതുശത്രുവിനെതിരായിട്ട് ദേശീയ തലത്തിൽ ഒരുമിച്ച് നിലപാടെടുക്കുന്നതിൻ്റെ തടസ്സമുള്ള ഏക തടസ്സം എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ്. പക്ഷെ അവർക്ക് എത്ര കാലം ഈ ഉടക്കുണ്ടാക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല. ഇതിന് പിന്നാലെയാണ് CPIMനെ ശത്രുക്കളായി കാണുന്നില്ലെന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മതേതര ജനാധിപത്യ കക്ഷികളുടെ ഐക്യത്തിന്റെ അനിവാര്യതയും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ നിങ്ങളെ ശത്രുക്കളായി കാണുന്നില്ല, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളായി കാണുന്ന അത് അവസാനിപ്പിക്കണം. CPIയുടെ നിലപാടെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. എന്നാൽ കോൺഗ്രസുമായി ഒരു മുന്നണി ഉണ്ടാക്കാൻ CPIM തയ്യാറല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ CPIM പിന്തുണയ്ക്കുമെന്നും കോടിയേരി അറിയിച്ചു. ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിനെതിരായിട്ടും വർഗീയതയ്ക്കെതിരായിട്ടും പോരാടുക എന്നതാണ് CPIMന്റെ സമീപനം. ആ സാഹചര്യത്തിൽ കോൺഗ്രസുമായിട്ടൊരു മുന്നണി രൂപീകരിക്കുന്ന പ്രശ്നം ഇന്ന് CPIMന്റെ മുമ്പിൽ ഇല്ല എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ ശ്രീ M.V. ഗോവിന്ദൻ മാസ്റ്റർ CPIM, ശ്രീ ടോം വടക്കൻ കോൺഗ്രസ്, ശ്രീ B. ഗോപാലകൃഷ്ണൻ BJP, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ NP ചെക്കുട്ടിയും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ M.V. ഗോവിന്ദൻ മാസ്റ്റർ, പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോൺഗ്രസ് എങ്ങനെയാണ് CPIMന് ഒരു ശത്രുവാകുന്നത്? കോൺഗ്രസ് ഒരു മധ്യ ഇടതെന്നോ മധ്യ വലതെന്നോ വിളിക്കാവുന്ന കക്ഷിയാണ്. പക്ഷേ രാജ്യത്ത് വലതുപക്ഷ രാഷ്ട്രീയം, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം തന്നെ അപ്രമാദിത്വം നേടുന്ന സാഹചര്യത്തിൽ, ഇതര രാഷ്ട്രീയ ശക്തികൾ ദുർബലമാകുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പഴയ കോൺഗ്രസ് വിരോധം പറഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അത് കാലത്തിൻ്റെ ചുവരെടുത്ത് വായിക്കാതിരിക്കലല്ലേ? ഇവിടെ A.K. ആന്റണി പറയുന്നത് കൃത്യമായി കാര്യങ്ങളല്ലേ? അല്ല, A.K. ആന്റണിയും കോൺഗ്രസ്സുകാരൊക്കെ ഓരോ ഘട്ടത്തിലും ഓരോന്ന് പറയുമെന്നുള്ളത് സത്യമാണ്. ഇവിടെ കോൺഗ്രസ് ദുർബലമായിരിക്കുകയാണ്. കോൺഗ്രസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് BJPയെയോ BJPയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോൺഗ്രസിനെയോ നേരിടുക എന്നുള്ളത് CPIMന്റെ നിലപാടല്ല. ആഗോളവൽക്കരണ നിലപാടാണ് ഈ ഇന്ത്യയെ പാപ്പരീകരിച്ചത്. ഇന്നത്തെ അവസ്ഥയിലേക്ക്, ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാനാവാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തെയും ഇന്ത്യയെയും നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ കോൺഗ്രസിൻ്റെ പുതിയ സാമ്പത്തിക നയമാണ്. ആ സാമ്പത്തിക നയമാണ് ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗോളവൽക്കരണ നിലപാടാണ്. ഇവിടെ പൊതുമേഖല വേണ്ട, പൊതുവിതരണം വേണ്ട, സബ്സിഡി വേണ്ട തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ
ഈ കേരളത്തെയും ഇന്ത്യയെയും പാപ്പരീകരിക്കുന്നതിലേക്ക് എത്തിക്കുക ചെയ്തിട്ടുള്ളത്. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, അത് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ സാമ്രാജ്യത്വ ശക്തികൾക്ക് പഴയ രാഷ്ട്രീയമല്ലേ? ഈ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിന് ശേഷം ഒരു പതിറ്റാണ്ടും പിന്നിട്ടതിന് ശേഷം 2004 കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി 4 കൊല്ലം ഭരിച്ചിട്ടുണ്ട്. 5ാമത്തെ കൊല്ലമാണ് പിന്തുണ പിൻവലിച്ചിട്ടുള്ളത്. എന്തിന് തെരഞ്ഞെടുപ്പ് മുന്നണിയായി മത്സരിച്ചിട്ടുണ്ട് CPIMന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? അല്ല, അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാടായിരുന്നില്ല. മത്സരിച്ചിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നിലപാട് കോൺഗ്രസിനെയും BJPയെയും പരാജയപ്പെടുത്തണം. എന്നാൽ കോൺഗ്രസിനെയും BJPയെയും ഒരേപോലെയല്ല ഞങ്ങൾ കാണുന്നത്. BJP എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണകൂട വ്യവസ്ഥ തന്നെയാണ്. അതിൻ്റെ ഒപ്പം സാമ്രാജ്യത്വ ശക്തികൾക്ക് പരിപൂർണമായിട്ട് ഇപ്പോഴും വിധേയപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയും സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തും വിലകഴിക്കാൻ തയ്യാറുള്ള ഒരു സാഹചര്യവും ഈ ഇന്ത്യയിൽ ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാമ്പ്യന്മാർ വേറെ ആരുമല്ല, അത് കോൺഗ്രസ്സാണ്. എന്നാൽ ഈ കോൺഗ്രസിൻ്റെ ഈ സാമ്പത്തിക നയത്തോടൊപ്പം വർഗീയ ധ്രുവീകരണത്തിലേക്ക്, ഒരു ഫാസിസ്റ്റ് അമിതാധികാര വാഴ്ചയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായിട്ട് BJP മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ്. തീർച്ചയായും അതിലേക്ക് മടങ്ങിയെത്താം. ദയവായി തുടരണം. NP ചെക്കുട്ടി, കോൺഗ്രസ് വിരോധത്തിൽ എത്ര കാലം CPIMന് മുന്നോട്ട് പോകാൻ സാധിക്കും? ദേശീയ മുഖ്യധാരയിൽ ഇനി കോൺഗ്രസ് വിരുദ്ധത എന്നുള്ളത് ഒരു രാഷ്ട്രീയ സാധ്യതയായി താങ്കൾ കാണുന്നുണ്ടോ? കോൺഗ്രസിനോടുള്ള വിരോധം ഇനി അങ്ങോട്ട് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്രസക്തമായ ഒരു ലൈനാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം 70കളിലും 80കളിലും 90കളിലും ഒക്കെ തന്നെ CPM അനുവർത്തിച്ച് വന്ന കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന് അതിന് അന്ന് പ്രസക്തി ഉണ്ടായിരുന്നു. കാരണം അന്ന് കോൺഗ്രസിന് അധികാര കുത്തകയുണ്ടായിരുന്നു, ഭരണ കുത്തകയുണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസ് രാജ്യത്തെ മറ്റു പല പാർട്ടികളെ പോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ്. വളരെ പരിമിതമായിട്ടുള്ള രാഷ്ട്രീയ അധികാരം മാത്രം അവർക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ BJPയുടെ ദേശീയ തലത്തിലുള്ള വളർച്ചയെ തടഞ്ഞു നിർത്താൻ പരമാവധി യോജിക്കാവുന്ന എല്ലാ മേഖലകളും യോജിക്കേണ്ടതായിട്ട് വരും. അത് യോജിക്കും എന്ന് തന്നെയാണ് ബംഗാളിലെ അനുഭവങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്തൊക്കെ രാഷ്ട്രീയം സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് BJPയെ തളയ്ക്കണമെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷ ഐക്യനിര വേണം. പക്ഷേ ആന്റണി പറഞ്ഞൊരു കുഴപ്പമുണ്ട്. ആന്റണി വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആന്റണി എന്താ പറഞ്ഞത്? കേരളത്തിലെ CPM ലീഡർഷിപ്പ് മാത്രമാണ് ഈ CPMന്റെ ഇത്തരത്തിലുള്ള കോൺഗ്രസ് വിരുദ്ധ നയത്തിന് കാരണം എന്ന് അദ്ദേഹം പറഞ്ഞു. 2009 നമുക്കറിയാം CPMന്റെ പോളിറ്റ് ബ്യൂറോയിലുള്ള പ്രകാശ് കാരാട്ട് അടക്കമുള്ള വളരെ പ്രബുദ്ധരായിട്ടുള്ള ഒരു വിഭാഗം വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ടാണ് UPAക്കുള്ള പിന്തുണ പിൻവലിച്ചത്. അത് കേരളത്തിലെ ലീഡർഷിപ്പിന് മാത്രം നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്ന് പറയുന്നത് CPMന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും CPMന്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും ഒന്നുകിൽ അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആന്റണി വളരെ എന്താ പറയുക തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. കേരളത്തിലെ CPM ആ നിലപാട് തന്നെയാണ്. പക്ഷേ കേരളത്തിലെ CPM മാത്രമല്ല, CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ മഹാഭൂരിപക്ഷവും ആ നിലപാടിനെ അംഗീകരിച്ചിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ കാണാതിരിക്കുന്നത്. വസ്തുതകളായിട്ട് തന്നെ പറയണം. ശരി, ശ്രീ B. ഗോപാലകൃഷ്ണൻ, ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് BJP വിരുദ്ധ മുന്നണിയുടെ ഒരു രാഷ്ട്രീയ പരീക്ഷണമായി മാറും. അവർക്കൊരു സ്ഥാനാർത്ഥിയെ നിർത്തി രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ ആർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തുകൊണ്ട് BJP അതിനെ ഭയക്കുന്നില്ല? ബീഹാറിൽ ഇങ്ങനെ ഒരു ഉദാഹരണം ഉണ്ടായപ്പോൾ അവിടെ BJP പരാജയപ്പെടുന്നത് കണ്ടു. ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു പരീക്ഷണം നടക്കാത്തിടത്ത് BJPക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് കണ്ടു. കോൺഗ്രസിൻ്റെ മുൻകൈയിൽ ഒരു ദേശീയ പ്ലാറ്റ്ഫോം ഉണ്ടാവുകയാണ് എങ്കിൽ 2019 BJPക്ക് അത്ര അനായാസമാകുമോ? BJPയുടെ മുദ്രാവാക്യം അഭിലാഷേ, രാജ്യമാദ്യം, പിന്നെ മതവും രാഷ്ട്രീയവും, നാഷൻ ഫസ്റ്റ്, ദെൻ പൊളിറ്റിക്സ് ആൻഡ് റിലിജൻ. ഇതാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് കോൺഗ്രസും അതുപോലെ തന്നെ CPM അടക്കമുള്ള ആളുകൾ അവർ ഒരുമിച്ച് ഒരേ ചേരിയിൽ നിൽക്കേണ്ടവരാണ്. കാരണം കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും രാജ്യത്തോടുള്ള, രാഷ്ട്രത്തോടുള്ള, നാഷനോടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേപോലെയാണ്. ഇപ്പോൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് നോക്കാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ BJP എടുത്ത നിലപാടെന്താണ്? അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ BJP എടുത്ത നിലപാട് നാഷൻ ഫസ്റ്റ് എന്നുള്ളതായിരുന്നു.
അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി രാജ്യത്തിന് അനുകൂലമാവുന്ന, രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന, രാജ്യത്തിന് ഏറ്റവും ഉതകുന്ന ഒരാളെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി ഞങ്ങൾ അബ്ദുൽ കലാമിനെ കൊണ്ടുവന്നു. പക്ഷേ രാഷ്ട്രീയത്തിലൂടെ BJPയെ തകർക്കാൻ ശ്രമിക്കുന്ന, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി എന്താ ചെയ്തത്? അവര് അബ്ദുൽ കലാമിനെ പരാജയപ്പെടുത്തുവാനാണ് ശ്രമിച്ചത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പരാജയപ്പെടുത്തുവാനാണ് ശ്രമിച്ചത്. ഇതെല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും രാജ്യത്തോടുള്ള വിവക്ഷ, പലപ്പോഴും ഇന്ത്യ എന്ന വികാരം കോൺഗ്രസിനുണ്ടെങ്കിലും ആ വികാരമില്ലാത്തവരാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകാനുള്ള സമയമില്ല. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, നോക്കൂ, പഴയതുപോലെ കോൺഗ്രസിനെയും BJPയെയും ഒരേ തരത്തിൽ ഞങ്ങൾ എതിർക്കുമെന്ന് പറയാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണോ രാജ്യത്ത്? ഇടതുപക്ഷത്തിന്റെ CPIMന്റെ ലോക്സഭാ MPമാരുടെ എണ്ണം 2 അക്കത്തിലും താഴെ പോയിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാൻ കഴിയാത്ത വിധത്തിൽ 3-ാം സ്ഥാനത്തേക്കോ 4-ാം സ്ഥാനത്തേക്ക് തന്നെയോ തള്ളപ്പെടുന്ന സാഹചര്യം ബാക്കി എവിടെയും, ത്രിപുരയിലും കേരളത്തിലുമല്ലാതെ ബാക്കി എവിടെയും തെരഞ്ഞെടുപ്പ് ജയിക്കാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തിയാകാനോ കഴിയാത്ത സാഹചര്യം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് എന്ത് കാര്യം? പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യണ്ടേ? കോൺഗ്രസിനും അതേപോലെ തന്നെ ശക്തി കുറഞ്ഞു വരികയാണ്. പ്രാദേശിക പാർട്ടികൾക്ക് ആകെ തന്നെ ശക്തി ശോഷണം സംഭവിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലല്ലേ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത്? അതെ, എന്തെങ്കിലും കാര്യമില്ല കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരുമിക്കാൻ പറ്റുന്നതല്ല CPMന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇവിടെ ഏതെങ്കിലും സീറ്റ് ജയിക്കുകയോ ഏതെങ്കിലും സീറ്റ് ജയിക്കില്ലയോ, അല്ലെങ്കിൽ ഭരണം കിട്ടുമോ ഭരണം കിട്ടൂലോ എന്ന് മാത്രമല്ല, പാർലമെൻ്ററി പ്രവർത്തനം മാത്രമല്ല, ജനങ്ങളുടെ ജീവൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പോരാട്ടങ്ങളും സമരങ്ങളും നടത്തിക്കൊണ്ടല്ലാതെ ഏച്ചുകെട്ടുണ്ടാക്കിയ മുന്നണി കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് കഴിഞ്ഞ 25 കൊല്ലക്കാലത്തെ അനുഭവങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഭാഗമായിട്ട് നേട്ടമല്ല ഉണ്ടായിട്ടുള്ളത്. 3-ാം മുന്നണി ഉൾപ്പെടെ, മതനിരപേക്ഷ മുന്നണി ഉൾപ്പെടെയെല്ലാം കൈകാര്യം ചെയ്ത അനുഭവം നമുക്ക് കഴിഞ്ഞ 25 വർഷക്കാലമുണ്ട്. ആ 25 വർഷക്കാലത്തെ അനുഭവത്തിന് മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ സ്വതന്ത്രമായ സ്വാധീനം വികസിപ്പിക്കാതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സ്വതന്ത്രമായ സ്വാധീനം വർദ്ധിപ്പിക്കാതെ, വർഗ സമരത്തിലൂന്നിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ, ഇവിടെ ഭൂമിക്ക് വേണ്ടി, വീടിന് വേണ്ടി, അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യൻ്റെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി, അതുപോലെ ഈ പറയുന്ന ദളിത് ജനവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന കടന്നാക്രമങ്ങൾക്ക് പ്രതിരോധം തീർത്തുകൊണ്ട്, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾക്ക് ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട്, അതുപോലെ തന്നെ ഈ ജനവിഭാഗത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ തരത്തിലെല്ലാമുള്ള ഒരു കേരളം എങ്കിലും ഇന്ത്യ ആകെ വളരെ വേഗം തന്നെ പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഈ കേരളം പോലെ ഒരു ബദൽ സംവിധാനത്തിനു വേണ്ടിയുള്ള പോരാട്ടം രാജ്യവ്യാപകമായിട്ട് വികസിപ്പിക്കാനും ഇടതുപക്ഷ സ്വാധീനം വികസിപ്പിച്ചുകൊണ്ടല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കാനാവില്ല എന്ന് കാണുന്ന പാർട്ടിയാണ് CPIM. CPIMനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ പറയുന്നത് പോലെ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ എവിടെയെങ്കിലും സീറ്റ് കിട്ടൂലോ നോക്കിയിട്ടല്ല, പാർലമെൻ്ററി പ്രവർത്തനവും പാർലമെൻ്റേതര പ്രവർത്തനവും കൂട്ടുചേർത്തുകൊണ്ടുള്ള ശാക്തിമത്തായ പോരാട്ടത്തിൻ്റെയും വർഗസമരത്തിൻ്റെയും പാതയിലേക്ക് ഇന്ത്യൻ ജനതയെ നയിക്കുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാട് പോലെ, കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പോലെ, മറ്റേതെങ്കിലും പാർട്ടികൾ സ്വീകരിക്കുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലപാട് സ്വീകരിക്കണം എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടോ ആ കാര്യം ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. ശരി, വ്യക്തമാണ് CPIMന്റെ നിലപാട്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസ് നേതാവ്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നേതാവിന് പൊതുശത്രുവിനെ നേരിടാൻ സഹായം വേണം, ഇടതുപക്ഷം സഹായിക്കണം എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഏതാണ്? ഞങ്ങളെ കൊണ്ട് പറ്റില്ല, BJP എതിരിടാൻ എന്ന് തുറന്നു പറയുകയാണല്ലോ. അല്ല, അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു നിലപാടിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇപ്പൊ BJP ജനാധിപത്യത്തിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടി, അവർക്ക് ഭരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങളാരും അസഹിഷ്ണുതയോ അസ്വസ്ഥതയോ കാണിക്കുന്നില്ല. പക്ഷെ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങള് ഇളക്കി മറിക്കുന്ന അല്ലെങ്കിൽ എല്ലാം തമസ്കരിക്കുന്ന നിലപാടുമായി BJP പോകുന്നു എന്നുള്ളത് കൊണ്ട് ശക്തമായ എതിർപ്പ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പൊ ആ എതിർപ്പിനെ നേരിടാൻ ഇപ്പോ കോൺഗ്രസ് ഭരിച്ചാലും പരാജയപ്പെട്ടാലും കോൺഗ്രസ് തന്നെയാണ് രാജ്യത്ത് എല്ലാ മേഖലയിലും എല്ലാ മൂലയിലുള്ള ഒരു പാർട്ടി. അപ്പൊ കോൺഗ്രസിന് തന്നെ
തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇന്ന് BJP ഉയർത്തുന്ന വലിയ വെല്ലുവിളി, പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ഈ വെല്ലുവിളിയെ നേരിടാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ആകണം എന്നുള്ള അഭിപ്രായം അത് പലപ്പോഴും പുറത്തും പറയുന്നുണ്ട്, അടക്കം പറച്ചിലായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ അല്ല, സ്വാഭാവികം ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികം. പക്ഷേ ഇവിടെ CPIM-നെ AK ആന്റണി ക്ഷണിക്കുമ്പോൾ കേരളത്തിലെ നേതാക്കൾക്ക് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ആ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോഴും മുഖ്യ എതിരാളികൾ കോൺഗ്രസും CPIM-ഉമാണ്. അങ്ങനെ ഇരിക്കെ ദേശീയ തലത്തിലൊരു വിഷയം വരുമ്പോൾ ഇപ്പോൾ തന്നെ CPIM ഒക്കെ കോൺഗ്രസിന്റെ നിലപാടിനൊപ്പം തന്നെയാണല്ലോ മിക്കവാറും വിഷയങ്ങളിൽ. അവർ പാർലമെന്റിലും ആ തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അക്കാര്യത്തിലൊന്നും ആർക്കും എവിടെയും തർക്കവുമില്ല. ദേശീയ സമീപനം അങ്ങനെ തന്നെയാണ്. പക്ഷേ പിന്നെ ഇവിടെ മുഖ്യ എതിരാളി എന്നുള്ള നിലയിൽ എന്നാൽ പിന്നെ കോൺഗ്രസുമായി ചങ്ങാത്തമാകാമെന്ന് CPIM-ന്റെ നേതാക്കൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയട്ടെ, AK ആന്റണി അടക്കം കാണിക്കുന്ന വിശാലമായിട്ടുള്ള രാജ്യ താല്പര്യമാണ് അവിടെ എടുത്തു പറയേണ്ടത്. കാരണം ഇവിടെ ഇപ്പൊ കോൺഗ്രസും CPIM തന്നെയാണ് പ്രധാന രാഷ്ട്രീയ ശത്രുക്കൾ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ നാട് നശിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളതൊരു വസ്തുത. രണ്ടാമത്തെ വേറൊരു കാര്യം, കോൺഗ്രസിന് അധികാരത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയല്ല CPIM-ന്റെ കൂട്ടുപിടിക്കുന്നത്. കോൺഗ്രസിന് CPIM-ന്റെ സഹായത്തോടു കൂടി എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി കസേരയിലേക്ക് വരാനോ അല്ലെങ്കിൽ അവരെ അട്ടിമറിക്കാനോ ഒന്നുമല്ല. അപ്പൊ അതിൽ തന്നെ ഉദ്ദേശിച്ചോളണം എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇപ്പൊ മതസൗഹാർദ്ദത്തെ കുറിച്ച് പറയുന്നു, അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമുണ്ട് ആരും കാണാതെ പോകുന്നത്. BJP ഇവിടെ ഭരിക്കാൻ വന്നതിന് ശേഷം നമ്മുടെ അതിർത്തിയുടെ രാഷ്ട്രീയം വളരെ അപകടകരമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, അങ്ങനെ ചില വിമർശനങ്ങൾ കോൺഗ്രസിനുണ്ട്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ NP ചെക്കുട്ടി, എന്തുകൊണ്ടാണ് AK ആന്റണി കേരള നേതാക്കളെ ഈ കാര്യത്തിൽ പ്രത്യേകം വിമർശിക്കുന്നത് എന്ന് വെച്ചാൽ ബംഗാൾ ഘടകത്തിൻ്റെ താല്പര്യമായിരുന്നു കോൺഗ്രസ് സഖ്യം. അത് പശ്ചിമ ബംഗാളിൽ അവർ നേടിയെടുത്തിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും കോൺഗ്രസുമായി ചേർന്ന് പോകണമെന്ന അഭിപ്രായം അവർ പറയുകയുണ്ടായി. പക്ഷേ കേരളത്തിലെ നേതാക്കൾക്കാണ് അക്കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായമുള്ളത്. കഴിഞ്ഞ ഒന്നാം UPA സർക്കാരിൻ്റെ പിന്തുണ പിൻവലിച്ചത് തെറ്റായിപ്പോയി എന്ന അഭിപ്രായം ബംഗാളിലെ സഖാക്കൾക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കേരളത്തിലെ സഖാക്കളാണ് ഇക്കാര്യത്തിലുള്ള നിർബന്ധ ബുദ്ധി പിടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ AK ആന്റണിക്ക് ഇവിടുത്തെ നേതാക്കളെ വിമർശിച്ചുകൂടെ? ആന്റണി ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങളിൽ CPM എന്ന പാർട്ടിയോടാണ് സംസാരിക്കേണ്ടത്. അതിനകത്ത് ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളുള്ള രാജ്യത്ത് കേരളത്തിലുള്ള ചില നേതാക്കളെ തെരഞ്ഞുപിടിച്ചിട്ട് അവരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ പറയുമ്പോൾ ആന്റണിയെ പോലൊരു ദേശീയ നേതാവ്, അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൽ തന്നെ 2ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെ മാത്രം തെരഞ്ഞുപിടിക്കുക എന്ന് പറയും. വേറെ 28 സംസ്ഥാനങ്ങൾ ഈ രാജ്യത്തില്ലേ? അത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, CPM-നെ സംബന്ധിച്ചിടത്തോളം പോലും കേരളത്തിലുള്ള CPM ലീഡർഷിപ്പാണ് ഈ ദേശീയ നയങ്ങളെ നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞാൽ CPM-നെയോ ഇന്ത്യൻ രാഷ്ട്രീയത്തെയോ അറിയുന്ന ആരും അംഗീകരിക്കില്ല. അതല്ല വസ്തുത. മറിച്ച് ഈ വിഷയങ്ങൾ നിരന്തരമായി CPM-നകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ നിലപാടുകൾ ആ പാർട്ടിക്കകത്തുണ്ട്. അപ്പോൾ കേരള ലീഡേഴ്സിന്റെ ഭാഗമാണ്. കേരളത്തിൽ നല്ലല്ലോ പ്രകാശ് കാരാട്ട് വന്നിട്ടുള്ളത്, കേരളത്തിൽ നല്ലല്ലോ മറ്റു പല നേതാക്കളും വന്നിട്ടുള്ളത്, ബൃന്ദ കാരാട്ടിനെ പോലുള്ള ആളുകൾ വന്നിട്ടുള്ളത്. അവരൊക്കെ തന്നെ അവരുടേതായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ രാഷ്ട്രീയമായിട്ടുള്ള സൈദ്ധാന്തികമായ നിലപാടുകളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളോട് ദേശീയ തലത്തിൽ ഒരു ക്രിയേറ്റീവായിട്ടാണ് നമ്മൾ കാണേണ്ടത്, അതിനോട് ഇടപെടേണ്ടത്. അല്ലാതെ ഏതെങ്കിലും നമുക്ക് എതിർപ്പുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ എതിരാളികളാണ് ഇവർ, അതുകൊണ്ട് ഇവർ എതിർക്കുന്നു എന്ന മട്ടിൽ കാണരുത്. കാരണം കേരള രാഷ്ട്രീയമല്ല ഇന്ത്യൻ രാഷ്ട്രീയം. കേരളത്തിൽ വസ്തുത ആരാണ്? കേരളത്തിൽ ഇപ്പം CPM-നെ സംബന്ധിച്ചുള്ള അവർ കേരളം ഭരിക്കുന്ന കൂട്ടരാണ്. കേരളം ഭരിക്കുന്ന അവരുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആയിരിക്കുന്ന കാലത്തോളം ആ രാഷ്ട്രീയമായ എതിർപ്പ് നിലനിർത്താൻ അവർ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിലുള്ള വിഷയങ്ങൾ കുറെ കൂടി ദേശീയ തലത്തിലുള്ള ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ ഡിസ്കസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാവണം. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വിഷയം ഇതിനകത്തേക്ക് വലിച്ചു കൊണ്ടുവരാണ്. അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്. മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ നിലപാടുകൾ തിരുത്തേണ്ടതായിട്ട് വരും. കാരണം ഇന്ത്യൻ സിറ്റുവേഷൻ അങ്ങനെ മാറുകയാണ്, ഇന്ത്യയുടെ ദേശീയ സാഹചര്യം അങ്ങനെ മാറുകയാണ്. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആഗ്രഹിക്കുന്ന ആളുകൾ, മതേതരത്വം ആഗ്രഹിക്കുന്ന ആളുകൾ ശക്തമായ ആന്റി ഫാസിസ്റ്റ് നിലപാടിലേക്ക് വരേണ്ടതായിട്ട് വരും. അത് ഗോവിന്ദ മാഷ് അല്ലെങ്കിൽ നാളെ വരും എന്നെനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും അതാണ് ശ്രീ B. ഗോപാലകൃഷ്ണൻ. ഞാൻ അതാണ് സൂചിപ്പിക്കുന്നത്. ആര് രാഷ്ട്രപതിയാകും, ആര് രാഷ്ട്രപതിയാകില്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം. മറിച്ച് BJP
വളരെ വലിയ വിജയം കഴിഞ്ഞ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലും നേടിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറും ഡൽഹിയും പഞ്ചാബും മാറ്റി നിർത്തിയാൽ ബാക്കി പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ വലിയ മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 2011 BJPക്കൊപ്പം വാക്ക് ഓവർ ആയിരിക്കുമെന്ന് ഇപ്പോഴേ ചില പ്രവചന പണ്ഡിതർ പ്രവചിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നാലോചിക്കുമ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നോ അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികൾ അവരുടേതായ സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് നിന്നോ സാധിക്കണമെന്നില്ല. അപ്പോൾ ഇവർ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ കൈകോർത്ത് പിടിക്കുമ്പോൾ BJPക്ക് അസ്വസ്ഥമാകേണ്ടി വരില്ല എന്നാണ് എൻ്റെ സംശയം. അഭിലാഷേ, ഇവർ ഇപ്പോഴല്ല കൈകോർത്ത് പിടിച്ചിട്ടുള്ളത്. ഞാനത് പറയാൻ വരുന്ന സമയത്താണ് താങ്കൾ അത് കട്ട് ചെയ്തത്. ഇവരെല്ലാ കാലഘട്ടത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായി കൈകോർത്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരണം. അതിന് ബംഗാൾ ഘടകം അനുകൂലമാണ്, കേരള ഘടകം അനുകൂലമല്ല. കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഇവർ കോൺഗ്രസും CPM-ഉം പരസ്പരം എതിർക്കുന്നത്. ഡൽഹിയിൽ പോയാൽ ഇവരൊന്നാണ്. ഈ ബംഗാളിൽ ഇവരിപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരൊന്നായിരുന്നു. ഇവരെല്ലാ കാലഘട്ടത്തിലും ഒന്നാണ്. ജനങ്ങളെ പറ്റിക്കുവാൻ ഇപ്പൊ ചെക്കുട്ടിക്ക് വിഷമം തോന്നിയത് എന്താ? ചെക്കുട്ടിക്ക് വിഷമം തോന്നിയത് വേറൊന്നുമല്ല. കേരളത്തിലെ കോൺഗ്രസ് പരസ്യമായിട്ട് CPM-ഉം തമ്മിൽ പരസ്യമായ ഒരു ധാരണ വന്നാൽ BJPക്ക് കേരളത്തിലേക്ക് വളരെ പെട്ടെന്ന് മുന്നേറാൻ പറ്റും. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കാൻ ചെക്കുട്ടി ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ ഗോവിന്ദൻ മാഷ് പറയുന്നതും ചെക്കുട്ടി പറയുന്നതും ഒരേ കാഴ്ചപ്പാടാണ്. ഗോവിന്ദൻ മാഷ് പറയുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസിനോട് വിയോജിപ്പുണ്ട്, നിലപാടുകളിൽ മാറ്റമുണ്ട്. എന്ത് നിലപാടിലാണ് മാഷെ നിങ്ങൾക്ക് മാറ്റം? ആഗോളവൽക്കരണത്തിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ആഗോളവൽക്കരണ കമ്പനികൾക്ക് അനുകൂല നിലപാട് നിങ്ങൾ സ്വീകരിച്ചത്? ബംഗാളിലും സിംഗൂരിലും അതുപോലെ നന്ദിഗ്രാമിലും നിങ്ങൾ നിലപാടെടുത്തത് എങ്ങനെയാ? നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ നിങ്ങൾ മാണിയെ തിരിച്ചു കൊണ്ടുവരുമോ? എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ഏത് നിലപാടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇവിടെ നിലപാടുകൾക്ക് വിയോജിപ്പ് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനാ. ഇവർക്കൊരു മനസ്സാ. സയാമിസ് ഇരട്ടകളാണ് കോൺഗ്രസും CPM-ഉം. അതുകൊണ്ട് ഇവർ കൈ കോർക്കണം. ഇവർ കൈ കോർക്കുന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശരി, കേരളത്തിൽ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, അക്കാര്യത്തിൽ തർക്കമില്ല. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനും ഇടതു മുന്നണിക്കും ഇടതുപക്ഷത്തെ കക്ഷികൾക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അതല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന സമീപനങ്ങളാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ സംസാരിക്കുകയാണ് എങ്കിൽ രാജ്യസഭ TV ഒരുപാട് ആളുകൾ കാണും. കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും മികച്ച രീതിയിൽ പ്രതിരോധമുന്നയിക്കാൻ, ആക്രമിക്കാൻ കഴിയുന്ന ഒരു പ്രസംഗമായിരിക്കും അദ്ദേഹത്തിൻ്റെത് എന്നുള്ളത് കൊണ്ടാണ് അത്. അദ്ദേഹത്തിൻ്റെ 2 തവണയായിട്ടുള്ള കാലാവധി കഴിയുകയാണ്. ബംഗാൾ ഘടകത്തിന് അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭയിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹമുണ്ട്. കോൺഗ്രസ് അക്കാര്യത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ അദ്ദേഹം ഒരിക്കൽ കൂടി രാജ്യസഭയിലുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു നേതാവായിരിക്കും, ഒരു പ്രാസംഗികനായിരിക്കും, ഒരു ഇടപെടൽ നടത്താൻ ശേഷിയുള്ള ഒരാളായിരിക്കും അദ്ദേഹം. അപ്പോൾ പിന്നെ ഈ 2 തവണ എന്ന് മന്ത്രം ജപിച്ച് അതില്ലാതാക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മുടെ ഒരു കോമൺ സെൻസാണ്. കേരളത്തിലെ നേതാക്കൾ എന്തുകൊണ്ടാണ്, കേരള ഘടകം എന്തുകൊണ്ടാണ് ഇതിനൊക്കെ ഈ പഴയ ശാഠ്യം നിറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കുന്നത്? സുഹൃത്തെ, ഇതൊന്നും ഒരു കോമൺ സെൻസ് ഒന്നുമല്ല. പാർട്ടിക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഏതെങ്കിലും ഊർജ്വ രാഷ്ട്രീയ പാർട്ടികളെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന് പ്രവർത്തിക്കില്ല. പ്രാദേശിക ബൂർഷ്വ പാർട്ടികളും ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഗോപാലകൃഷ്ണൻ എന്നോട് ചോദിക്കേണ്ട എന്താ നിങ്ങൾ തമ്മിൽ വ്യത്യാസം എന്ന്. ഗോപാലകൃഷ്ണൻ ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പൊളിറ്റിക്സ് മനസ്സിലാവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്ന് നടിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾ ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വ ധനമൂലധനത്തിൻ്റെയും നിലപാടുകൾക്കെതിരായിട്ട് ഉറച്ച സമീപനം സ്വീകരിച്ച പാർട്ടിയാണ്. ഇപ്പോഴും അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സിംഗൂരും ഒക്കെ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധനമൂലധനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദേശ മുതലാളിത്ത വിഭാഗങ്ങളാണ് എന്നൊക്കെയാണ് ഈ ഗോപാലകൃഷ്ണൻ പറയുന്നത്. എവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളവിടെ വ്യാവസായവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള ചില ടാറ്റ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യവസായ രംഗത്തേക്ക് വരുന്നതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വളരെ 57 ഗവൺമെൻറ് ഇപ്പോൾ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വിളയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചില്ലേ? അതൊന്നുമല്ല. അതിനൊക്കെ നിലപാടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വർഗപരമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇവിടെ ആഗോളവൽക്കരണ നിലപാട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസും ശ്രമിക്കുന്നത്, BJP ശ്രമിക്കുന്നത്. സയാമസ് ഇരട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസും BJPയുമാണ്. ഒരേ വർഗത്തിൻ്റെ വർഗ നിലപാടാണ്.
ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. കോർപ്പറേറ്റ് മാനേജ്മെന്റിന് വേണ്ടി, ഭൂപ്രഭുക്കന്മാർക്ക് വേണ്ടി, ധനമൂലധന ശക്തികൾക്ക് വേണ്ടി നിങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പൂർണ്ണമായ യോജിപ്പാണ്. ആ പൂർണ്ണമായ യോജിപ്പിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ബി ജെ പിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോൺഗ്രസിനെയോ രാഷ്ട്രീയമായിട്ട് പരാജയപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയാം, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഇടതുപക്ഷ സ്വഭാവമൊന്നും ഞങ്ങൾ പറയുന്നില്ല. മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പൊതുവായി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ കണ്ടെത്തുന്നതിനെ ഞങ്ങൾ പിന്തുണക്കും. മുമ്പ് ബി ജെ പിയുടെ ഗവൺമെൻറ് വരാതിരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിന് പുറത്തുനിന്ന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ആ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. പലപ്പോഴും ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കി രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിനെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താമെന്ന ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല. ഇന്നലത്തെ കോൺഗ്രസ്സാണ് ഇന്നത്തെ ബി ജെ പി. ഇന്ത്യൻ പാർലമെൻറ്റിലെ എം പിമാരെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ, മന്ത്രിമാരെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ അതിലൊരു വലിയ വിഭാഗം പഴയ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരിപ്പോൾ പറഞ്ഞു ഞങ്ങൾ ശക്തിയായിട്ട് നിങ്ങൾ എവിടെ എതിർക്കുന്ന? യു പിയിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് റീത്ത ബഹുഗുണ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് പോയി. ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് കണ്ട MLA ആയിട്ട് ജയിച്ചു വന്നു എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. പക്ഷേ കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ള കോൺഗ്രസിന് മുഖ്യമന്ത്രിയാവാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള അവകാശവാദവും അയാൾ തന്നെ ബി ജെ പിയിലേക്ക് ചേർന്ന സ്ഥിതി ഇന്ത്യയിൽ നമ്മൾ കണ്ടു. ശരി, അതാണ് താങ്കൾക്ക് കോൺഗ്രസിനോടുള്ള വിമർശനം. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും എന്ന് ഇവിടുത്തെ നേതാക്കൾ ചോദിക്കും. ഇപ്പം ഞാൻ ഉന്നയിക്കുന്ന വിഷയം അതല്ല. ഇപ്പോൾ ദേശീയ തലത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രപതി സ്ഥാനാർത്ഥി വന്നാൽ എല്ലാവരും ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനാണ് സാധ്യത. ഇപ്പോൾ AK ആന്റണി പറയുമ്പോൾ കേരളത്തിലേക്ക് ഈ കാര്യങ്ങളെ ചുരുക്കി കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഒക്കെ ഈ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം വരും എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ആർക്കെതിരെയാണ് ഒരുമിച്ച് നിൽക്കേണ്ടത്? ബി ജെ പിക്കെതിരെയോ? അങ്ങനെ ബി ജെ പിക്ക് ഇല്ലാത്തൊരു സാന്നിധ്യം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ്? ഇതിനകത്ത് സത്യത്തിൽ ഈ CPM നേതാക്കളും BJP നേതാക്കളും ഈ പഴകിയ മുദ്രാവാക്യങ്ങളിട്ട് അമ്മാനം ആടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഈ കോൺഗ്രസിന്റെ പ്രസക്തി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ആർക്കാ തർക്കം? അത് BJPക്കും അറിയാം, അത് CPM അറിയാം. CPM നേതാക്കന്മാർക്ക് നന്നായിട്ടറിയാം. ഒരു വിശാല സഖ്യം അടക്കം ബീഹാറിൽ ഉണ്ടാക്കിയപ്പോ അവര് യഥാർത്ഥത്തിൽ BJPയെ സഹായിക്കുന്നതിന് വേണ്ടി വിശാല സഖ്യത്തിൽ നിന്ന് മാറി നിന്നവരാണ്. പക്ഷെ കാലഘട്ടം ഒരു പാർട്ടിക്കകത്ത് എല്ലാവർക്കും ഒരേ നിലപാടല്ല. CPM-നകത്തെ വളരെ പ്രബലമായ ഒരു വിഭാഗത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒപ്പം നിന്ന് തന്നെ ഈ ഒരു മതേതര സഖ്യം ഉണ്ടാക്കണമെന്നും വിശാല ഐക്യത്തിന് നേതൃത്വം കൊടുക്കണമെന്നുള്ള അഭിപ്രായം. അല്ല, എങ്ങനെ ആ അഭിപ്രായം ഉണ്ടാകുന്നു ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ? പശ്ചിമ ബംഗാളിൽ അവർ തകർച്ചയിലാണ്, രണ്ടു കൂട്ടരും. നിങ്ങൾ കോൺഗ്രസ്സുകാരും CPM-കാരും തകർച്ചയിലാണ്. അവിടെ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കുമ്പോൾ ശരി നമുക്ക് കൈകോർത്ത് പിടിക്കാം എന്ന് സ്വാഭാവികമായും ചിന്തിക്കും. അതിൽ അത്ഭുതമില്ല. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൈകോർത്ത് പിടിക്കാം എന്ന് പറഞ്ഞാൽ ആർക്കെതിരെ കൈകോർത്ത് പിടിക്കണം? ഞാൻ പറയട്ടെ, ഇത് ഈ ദേശീയ താല്പര്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു സംശയം വേണ്ട. ഈ നാട്ടില് ഏറ്റവും കൂടുതൽ അക്രമം ഉണ്ടാക്കുകയും അതുപോലെ കലാപമുണ്ടാക്കി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാക്കുന്ന BJPയെയും അതുപോലെ തന്നെ CPM-നെയും ഞങ്ങൾ കാണുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് പുറമായിട്ട് തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഞങ്ങള് സമാധാനത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ ഇവിടെ മറ്റൊരു പ്രസക്തമായ ചോദ്യത്തെ ഞങ്ങൾ ആ ചോദ്യത്തെ ചെറുതായി കാണുന്നില്ല. രാജ്യത്തിന്റെ പൊതുവായ വികാരം നോക്കുമ്പോൾ ഇന്ന് BJP അധികാരത്തിന്റെ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരത്തില് ഇന്ന് രാജ്യമൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. മതേതരത്വ മൂല്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ രാജ്യം ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതര രാഷ്ട്രീയ കക്ഷികൾ ഒരുമിക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് അതെടുക്കുവാൻ എന്തായാലും ഈ നമ്മൾ പറയും പ്രസവിച്ച അമ്മയ്ക്ക് മാത്രമേ വേദന അറിയൂ എന്ന് പറയുന്നത് പോലെ തന്നെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന് രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാ വികസനത്തിന്റെയും അതൊക്കെ കോൺഗ്രസിന്റെ അവകാശം. ശ്രീ NP ചേക്കുട്ടി, ഈ പറഞ്ഞതുപോലെ ഒരു മുന്നണി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനുള്ള BJPയെ എതിർക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താനുള്ള മെയ്വഴക്കം കോൺഗ്രസിനുണ്ടോ? ശരിയാണ്, 2 തവണ കൂട്ടുകക്ഷി സർക്കാരുകളെ കോൺഗ്രസ് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോഴും
ഈ സഖ്യകക്ഷികളെ ഉൾക്കൊള്ളാൻ BJP എങ്ങനെയാണോ ഒരു കാലത്ത് സഖ്യകക്ഷികളെ കൈകാര്യം ചെയ്തിരുന്നത് അതുമാതിരി കൈകാര്യം ചെയ്യാനുള്ള ഒരു വൈഭവം കോൺഗ്രസിനുണ്ടോ? എനിക്ക് തോന്നുന്നത് ആന്റണിയുടെ ഇപ്പോഴത്തെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാവുന്നത് കോൺഗ്രസ് ഇപ്പോഴും ഒരു പഴയകാല CPM വിരുദ്ധ രാഷ്ട്രീയത്തിൽ തന്നെ. CPMകാരെ കുറിച്ച് നമ്മൾ കുറ്റം പറയാറുള്ളത് CPMകാർ ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന് തടവറയിലാണ്. പക്ഷെ ആന്റണി ഡൽഹിയിൽ അദ്ദേഹം പോയിട്ട് ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ഇന്നും ആന്റണി കേരളത്തിലെ ചേർത്തലയിൽ തന്നെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയക്കാരൻ്റെ മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ആന്റണിയെ പോലുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സങ്കടകരമാണ്. കാരണം കേരളമല്ല വിഷയം. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ എവിടെ BJP? അവരാകെ പാവം രാജഗോപാൽജി മാത്രമാണ് അവർ അസംബ്ലിയിൽ എത്തിയിട്ടുള്ളത്. ഇനി വിചാരിച്ചാലും 2-3 ആളുകളിൽ അപ്പുറം ഒന്നും അവർക്ക് എത്താൻ പോകുന്നില്ല. അതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് BJPക്കെതിരായിട്ട് കേരളത്തിലല്ലല്ലോ സഖ്യം വേണ്ടത്. സഖ്യം വേണ്ടത് ദേശീയ തലത്തിലാണ്. ദേശീയ തലത്തിൽ ഒരു സഖ്യം വരണമെങ്കിൽ കോൺഗ്രസിനോട് CPMന്റെ നിലപാട് മാറുന്ന പോലെ തന്നെ CPMനോട് അതുപോലെയുള്ള കക്ഷികളോട് കോൺഗ്രസിന്റെ നിലപാട് മാറ്റം വരണ്ടേ? ആ നിലപാട് മാറ്റം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് 2004 മുതൽ വളരെ ശക്തമായ UPA മുന്നണി ഉണ്ടാക്കി, വളരെ ശക്തമായ ഒരു ദേശീയ ബദൽ ഉണ്ടാക്കി. പക്ഷേ ഇങ്ങനെയൊരു ബദൽ ദേശീയ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് 1999 വാജ്പേയിയാണ്. വാജ്പേയിയുടെ കാലത്താണ് 1999 മുതൽ 2004 വരെ 5 വർഷക്കാലം വളരെ ഫലപ്രദമായിട്ട് വിവിധ കക്ഷികളുടെ ഒരു രാഷ്ട്രീയ മുന്നണി കൊണ്ടുവന്നത്, അവരെ ഒന്നിച്ചു നിർത്തിയത് വാജ്പേയിയാണ്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ അവരിൽ നിന്ന് പോലും പഠിക്കണം. അതുകൊണ്ട് എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം വേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരോടുള്ള നിലപാടിൽ ഒരു മാറ്റം വരുത്തണം. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തണം. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ വളരെ വ്യത്യസ്തമായിട്ട് BJP നയിക്കുന്നത് RSS ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ ലീഡർഷിപ്പ് ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ ആയിരിക്കും. എന്നാലും RSSന്റെ പോലെയുള്ള തീവ്ര വർഗീയ നിലപാടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസുമായിട്ട് യോജിക്കലാണ്. അതാണ് പ്രധാനം. ആ ഒരു പ്രധാനമായ രാഷ്ട്രീയ നിലപാടിലേക്ക് ഇന്ത്യയിലെ മതേതര വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2019 മിക്കവാറും ആ തരത്തിലുള്ള ഒരു ദേശീയമായ യോജിപ്പിന്റെ കാലഘട്ടമായിട്ട് വന്നുകൂടാ. അതാണ് ശ്രീ B. ഗോപാലകൃഷ്ണൻ. വരുന്നതൊരു രാഷ്ട്രീയ ബദലാണ്. അതല്ലാതെ ആർക്ക് അധികാരം കിട്ടും എന്നത് നിശ്ചയിക്കാനുള്ള കുറേ പാർട്ടികളുടെ ഒരു കൺസോർഷ്യമല്ല. രാഷ്ട്രീയ ബദൽ എന്ന് പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ഉള്ളടക്കം ഉണ്ടാകണം. ഇവിടെ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം എന്നുള്ളത് BJP വിരുദ്ധതയാണ്. അത് ഒരു പാർട്ടിയോടുള്ള വിരോധം എന്നുള്ളതിനപ്പുറത്ത് അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന വർഗീയ വിരുദ്ധത, ഫാസിസം എന്ന് തോന്നിക്കാവുന്ന ചില അസഹിഷ്ണുത കലർന്ന പ്രയോഗങ്ങളോടും നടപടികളോടുമുള്ള വിയോജിപ്പ്, ഇവയൊക്കെ ഉൾച്ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ബദൽ വരാൻ പോവുകയാണ്. അഭിലാഷ്, എനിക്ക് പറയാൻ സമയം തരണം. ഞാൻ 2 കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരു രാഷ്ട്രീയ ബദൽ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഒരു രാഷ്ട്രീയ ബദൽ ഉണ്ടാവണമെങ്കിൽ നിലപാടുകളിൽ ഉറച്ച ഐക്യമുണ്ടാവണം. വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നിലപാടുകൾ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇവിടെ ഗോവിന്ദമാഷ് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് നിലപാട് വ്യത്യസ്തമാണ്. നിലപാടുകൾ വ്യത്യസ്തമാകുന്നതോടുകൂടി ഒരു രാഷ്ട്രീയ ബദൽ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഒരു ഉപരിപ്ലവമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പദവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ കൂട്ടായ്മ ഉണ്ടാവും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ആന്റണി ചേർത്തലക്കാരനായതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. വളരെ ബുദ്ധിപൂർവമായ സ്റ്റേറ്റ്മെന്റ് ആണ് ആന്റണിയുടേത്. ആന്റണി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഉടനെ തന്നെ ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങൾക്ക് CPMുമായി വിരോധമില്ലെന്ന്. അത് കാണിക്കുന്നത് എന്താ? 2019 അല്ല, 2021. ഈ നിലയ്ക്ക് കേരളം മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് ഒരു കാലത്തും ഇനിയും കേരളത്തിൽ വരാൻ കഴിയില്ല എന്ന ബോധ്യം അവർക്കുണ്ടെന്ന് മാത്രമല്ല, കോൺഗ്രസ് നമാവിശേഷമാവാൻ പോകുന്നു എന്ന തിരിച്ചറിവിൽ BJP വരാതിരിക്കാൻ ഒരു മുഴം മുന്നോട്ടെറിഞ്ഞതാണ് ആന്റണി. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ചെക്കുട്ടി അടക്കമുള്ള ആളുകളോട് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് രാഷ്ട്രീയ ബദൽ. ഇനി രാഷ്ട്രീയ ബദൽ വന്നാലും ശരി, ഇന്ത്യൻ ജനത അവരുടെ ജനതയുടെ ഹൃദയത്തിലേക്ക് പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന ജനങ്ങൾക്ക്, പാർട്ടിക്ക്, ഭരണകർത്താക്കൾക്കാണ് സ്വാധീനം ഉണ്ടാവുക. വെറുതെ വലിയ വലിയ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട്, ബോംബാർഡിംഗ് വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന CPMന്റെ നിലപാടിനൊന്നും ഇന്ത്യയിൽ ഒരു പ്രാധാന്യവുമില്ല.
കൊള്ള മാത്രം ചെയ്യുന്ന, അഴിമതി മാത്രം ചെയ്യുന്ന ഒരു നേതാവില്ലാത്ത ഒരു പ്രസ്ഥാനമായി CPM-ഉം കോൺഗ്രസും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയത്ത് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ വെച്ചുകൊണ്ട് ശരിയാണ്, ഞങ്ങൾ RSSന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, അത് രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ നിന്ന് വെള്ളം ചേർക്കാറില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ബദൽ ഉണ്ടാവും 2019 എന്നുള്ളത് സ്വപ്നം മാത്രമാണ് എന്ന് താങ്കൾ അതിനെ തള്ളിക്കളയുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന്. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, 96-ൽ ഐക്യമുന്നണി ചർച്ചകൾ നടക്കുമ്പോൾ CPIM നയിക്കണം, കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണയ്ക്കും, ജ്യോതി ബസു പ്രധാനമന്ത്രിയാകാമെന്നൊരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ CPIM അതിനെ നിരാകരിച്ചു. അന്നും ഇത് നമുക്ക് നിരാകരിക്കണം എന്ന ശക്തമായ നിലപാടെടുത്തത് കേരള ഘടകവും പ്രകാശ് കാരാട്ട് അടക്കമുള്ള പോളിറ്റ് ബ്യൂറോയിലെ നേതാക്കളുമാണ്. അതിനുശേഷം കാലം മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് സഹകരണം എന്ന ആവശ്യം കേരളത്തിന് വെളിയിലുള്ള പല CPIM ഘടകങ്ങളും ഉന്നയിക്കുമ്പോഴും കേരള ഘടകം അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയാണ്. ശരിയാണ്, ഇവിടുത്തെ രാഷ്ട്രീയം കോൺഗ്രസ് വിരുദ്ധതയിൽ ഊന്നുന്ന ഒന്നാണ്. പക്ഷേ പുറത്തുള്ള രാഷ്ട്രീയം കാണാതിരിക്കാനാകില്ലല്ലോ. കേരളത്തിൽ കോൺഗ്രസിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസുമായി സമവായമായി കൂടാ? അഭിലാഷ്, ഞാനിവിടെ ഒരു കാര്യം നേരത്തെ വ്യക്തമാക്കി. പാർലമെന്ററി പ്രവർത്തനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള അധികാര രാഷ്ട്രീയവും മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ എന്നാണ് നിങ്ങൾ ധരിച്ചു. അല്ലാന്ന് ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞു. ഞങ്ങൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 21-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് അംഗീകരിച്ചു. ഇന്ത്യയിൽ പുസ്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വർഗ നിലപാടുകൾ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഭരണ പാർട്ടികളുമായിട്ടും അവർക്ക് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ടിരിക്കുന്ന പ്രാദേശിക ബൂർഷ്വാ പാർട്ടികളുമായിട്ടും രാഷ്ട്രീയ ഐക്യം ഉണ്ടാക്കേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. അത് കേരള ഘടകമാണോ ബംഗാൾ ഘടകമാണോ എന്നുള്ളതല്ല, പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. അത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് BJPയെ ഉപയോഗിക്കാൻ പറ്റില്ല. BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗോളവൽക്കരണ നിലപാടിൻ്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഈ കോൺഗ്രസിനെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ചേക്കൂട്ടിയൊക്കെ പറയുന്നത് പോലെ ഫാസിസ്റ്റ് തലത്തിലേക്ക് രാജ്യം മാറുകയാണ് എന്ന് വന്നാൽ, ജനാധിപത്യ സംവിധാനത്തിൻ്റെ എല്ലാം തന്നെ പരിപൂർണമായ അസ്തമയം വന്നാൽ പിന്നെ ആരെയാണ് കൂട്ടേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കമില്ല. സാഹചര്യങ്ങൾ അങ്ങനെ എത്തിച്ചേരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, BJPയും RSSും ഫാസിസ്റ്റ് രൂപത്തിലേക്ക് മാറുന്നതോടെ ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യമുന്നണി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നയം CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നവർക്ക് തർക്കം വേണ്ട. പക്ഷേ ആ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ഇപ്പോൾ വിശകലനം ചെയ്താൽ അത് തെറ്റായ വിശകലനമായിരിക്കും. ശരിയായ വിശകലനം ആവില്ല, തെറ്റിപ്പോവും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പറഞ്ഞ അമിതാധികാരം വാഴ്ചയാണ്. RSS എന്ന് പറയുന്നത് കൃത്യമായ ഫാസിസ്റ്റ് സംഘടനാ രൂപമുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. ഞങ്ങൾക്കതിൽ തർക്കമില്ല. അല്ല, അക്കാര്യത്തിൽ ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യമുന്നണിക്ക് രാജ്യത്ത് സമയമായോ? ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJPക്കുണ്ടായിട്ടുള്ള വമ്പിച്ച വിജയം, 4-3 ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തിയത് നമ്മൾ കണ്ടു. പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായ പശ്ചിമ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അവിടെ 1-ാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിന് വരുമ്പോൾ 2-ാം സ്ഥാനത്ത് BJPയാണ്. CPIMന്റെ സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമായി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ഐക്യമുന്നണിക്ക് രാജ്യത്ത് സമയമായിട്ടുണ്ടോ? ആയിക്കോട്ടെ, ആയിട്ടില്ല. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും സമയമായിരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ കൃത്യമായിട്ട്, ഫാസിസത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവരാണ്. ഇവിടെ RSS അതിൻ്റെ സംഘടന ഫാസിസ്റ്റ് സംഘടനാ രീതിയാണ്. പക്ഷേ BJPയുടെ ഗവൺമെൻറ് ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാസിസത്തിലേക്കാണ്, അല്ലെങ്കിൽ ഫാസിസ്റ്റാണ് എന്ന് പറയാൻ സാധിക്കുന്നതല്ല. എന്നാൽ അമിതാധികാര വാഴ്ച സംഘടിപ്പിക്കുകയാണ്, ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്, ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ്, മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികളെയും ഗ്രൂപ്പുകളെയും എല്ലാം അടിസ്ഥാനപ്പെടുത്തി അതിവിപുലമായ ഒരു വർഗീയ വിരുദ്ധ പ്രസ്ഥാനം രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ശരി, അതാണ് നിലപാട്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് എന്തോ പറയാനുണ്ട് അതിനോട് കൂട്ടിച്ചേർത്ത്? എന്താണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ?
അല്ല, വേറൊന്നും അല്ല. ഈ ഫാസിസം 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 എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചിട്ട് കാര്യമില്ല. ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഹിറ്റ്ലറുമായി ആദ്യം സഖ്യം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ബംഗാളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസിൽ നിന്നാണ്, ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ആസ്ഥാനം വരെ BJP ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദ മാഷെ, നിങ്ങൾ കണ്ണൂരിൽ നടത്തുന്നതാണ് ഫാസിസം. നിങ്ങൾ ഫാസിസം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കണ്ട. ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി പറയാം അഭിലാഷേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങൾ, ഒരേ തൂവൽ പക്ഷികൾ, സയാമസ് ഇരട്ടകൾ. അവർ ഇന്നും നാളെയും മറ്റന്നാളും ഒരുമിച്ച് BJP എതിർക്കും. കേരളത്തിലും ഒന്നാവാൻ പോകുകയാ. ഒന്നാവാതെ അവർക്ക് നിൽക്കാൻ കഴിയില്ല. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഓൾ ഇന്ത്യ തലത്തിലും കേരളത്തിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ശരി, ഞാൻ ഗോവിന്ദ മാഷിലേക്ക് മടങ്ങുന്നത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് മുൻകൈ എടുക്കേണ്ടതുണ്ട്. ബീഹാറിൽ ഏറ്റവും മുഖ്യ കക്ഷി കോൺഗ്രസ് ആയിരുന്നില്ല തെരഞ്ഞെടുപ്പിലെങ്കിലും അവിടെ RJDയും JDUവും ഒരേ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മുൻകൈ പ്രധാനമായിരുന്നു. ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു മുൻകൈ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചില്ല. പക്ഷേ പ്രാദേശിക കക്ഷികൾക്ക് ചെറിയ സ്വാധീനമെങ്കിലുമുള്ള സംസ്ഥാനങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കും മുൻകൈക്കുമൊക്കെ വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ ഒന്ന് അലോസരപ്പെടുത്തി കളയാം, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളെ ഒന്ന് ബുദ്ധിമുട്ടിച്ച് കളയാം എന്നുള്ളതാണോ ദേശീയ തലത്തിലൊരു ഐക്യമുന്നണി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എങ്കിൽ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്? അല്ല, അങ്ങനെയല്ലല്ലോ. ഇതിനകത്ത് എത്രത്തോളം വിശാലമായിട്ടുള്ള മതേതര ശക്തികളുടെ ഐക്യമുണ്ടാക്കാവോ അതിന് കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന കാലഘട്ടത്തിന്റെ അനിവാര്യം തന്നെയാണ് ആ സഖ്യം. ഇപ്പൊ വിശാലമൊക്കെ മാറുന്നെങ്കിൽ അവരുടെ പാർട്ടിയിലടക്കം അതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UPയിലെ പരാജയം കൊണ്ടോ ഇത് ആദ്യമായിട്ടാണോ പരാജയം ഉണ്ടാകുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ അധികാരത്തിൽ നിന്ന് മാറി നിന്നു, പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഗോപാലകൃഷ്ണന്റെ ഒക്കെ പ്രസ്താവന കേൾക്കുമ്പോൾ അതിശയമാണ് തോന്നുന്നത്. BJP എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യ ഭരിച്ചിട്ടുള്ള പാർട്ടിയാണോ? BJPയുടെ കഴിഞ്ഞകാല രാഷ്ട്രീയം എന്തായിരുന്നു? BJP ഇപ്പോ ചില രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ കൂടുന്നതിനെ സംബന്ധിച്ചടക്കം പറയുന്നത് BJPയും PDPയും തമ്മിലുള്ള ഐക്യം അതെന്താ? അത് ഏതു തരത്തിലുള്ളതാ? ഇതിൽ മോരും മുതിരയും പോലെയുള്ള ഒരു ഐക്യമല്ലേ നമുക്ക് കാശ്മീരിൽ കാണാൻ കഴിയുന്നത്? ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് മതേതരത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന മുഴുവൻ കക്ഷികളുമായും വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയുണ്ടാകും. അതിനകത്ത് അത് ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. ഇപ്പോ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീമാൻ AK ആന്റണി നടത്തിയിട്ടുള്ള പ്രസ്താവനയെ വളച്ചൊഴിച്ചിട്ട് കാര്യമില്ല. CPMഉം CPM പ്രാധാന്യം ദേശീയ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പശ്ചിമ ബംഗാളിൽ നിന്ന് നിങ്ങളോടൊപ്പമില്ല. കേരളത്തിലെ അവസ്ഥ നമ്മൾ ആരും പറയാതെ അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഛിന്ന ഭിന്നമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിശകലനം. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ ഒരുമിച്ച് നിൽക്കാനാകും എന്നുള്ളത് പ്രശ്നമാണ്. സോണിയാഗാന്ധി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ആലോചനകൾ കൂടി നടത്താൻ വിളിച്ചിരിക്കുന്ന വിരുന്നിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെയും വിളിച്ചിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസുമായി ഇടതുപക്ഷത്തിന് കൈകൊടുക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ BSPയും സമാജ്വാദി പാർട്ടിയും ഒരു കാലത്തും കൈകൊടുക്കാനുള്ള സാധ്യത കാണിക്കുന്ന പാർട്ടികളല്ല. അങ്ങനെ ശക്തമായ എതിരഭിപ്രായമുള്ള, വൈരുദ്ധ്യങ്ങളുള്ള ഒരു സർക്കസായി ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്ന ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സഖ്യമോ മാറാം എന്നുള്ള ഒരു അവസ്ഥ കൂടിയില്ലേ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. കാരണം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ചുമതല ഭരണഘടനാപരമായിട്ട് തന്നെ പ്രസിഡന്റിനുള്ളതാണ്. ഇപ്പോഴത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്ക് ദേശീയ തലത്തിൽ അമിതമായ അധികാരം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ദേശീയ തലത്തിൽ അധികാരം കിട്ടുന്നത് മാത്രമല്ല സംസ്ഥാനങ്ങളിലും അവർ കൂടുതലായിട്ട് ശക്തി നേടി വരികയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ തുർക്കിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന മാതിരി ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് അവർ എത്തുന്നത് നമ്മളത് റിയാലിറ്റി കാണാതിരുന്നിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കുകയും ഇന്ത്യയുടെ മതേതര ജനാധിപത്യ പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ബാധ്യത കൂടുതലായിട്ട് പ്രസിഡന്റിലേക്ക് വരും. ആ ഒരു സാഹചര്യം വരുമ്പോൾ അതിന് പറ്റിയ ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണെന്നുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൃണമൂലിനോട് വിരോധം അത്തരം കാര്യങ്ങളൊന്നും അതിനകത്ത് പ്രസക്തമല്ല. മറിച്ച് ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യങ്ങളോട്, ഇന്ത്യയുടെ മതേതര പാരമ്പര്യങ്ങളോട്, ഇന്ത്യൻ ഭരണഘടനയോട് പൂർണ്ണമായ ഉത്തരവാദിത്വവും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ എന്ന നിലയിലാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിനെ കാണുക. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് പൂർണ്ണമായിട്ടും RSSന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ കീഴിലാണ് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതലായിട്ട് BJP RSSന്റെ
തടവറയിലേക്ക് പോവുകയാണ്. അതുണ്ടാക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ BJPക്ക് അകത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ BJP അമിതാധികാര പ്രവണതയിലേക്ക് പോകുന്ന ഒരു പാർട്ടിയാണ്. അതിന് വലിയ സാധ്യതകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് ഏറ്റവും ശക്തമായ ഒരു വിശാലമായിട്ടുള്ള ഐക്യം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ടതാണ്. അതുണ്ടാവുന്നതിൽ ആരാണ് കാൻഡിഡേറ്റ് എന്ന കാര്യത്തിൽ മാത്രമാണ് തർക്കം ഉണ്ടാകാനിടയുള്ളൂ. ഇപ്പൊ തന്നെ പ്രകാശ് യെച്ചൂരി വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഗോപാലകൃഷ്ണൻ ഗാന്ധി. അത്തരത്തിലുള്ള ഒരു കാൻഡിഡേറ്റ് വരുന്നതിലൂടെ എനിക്ക് തോന്നുന്നു അധികം വൈകാതെ ഒരു പൊതുവായ സമവായം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നതിന് ഒരു തടസ്സവുമില്ല. മറ്റൊരു വിഷയവും അതിനകത്ത് പ്രസക്തമാവാനുള്ള സാധ്യതയില്ല. കാരണം ഒരു സ്ഥാനത്തേക്ക് ഒരാൾ മാത്രമേ പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് പ്രതിപക്ഷത്തുനിന്ന് ഉണ്ടാവാനിടയുള്ളൂ. ആ ഒരു കോമൺ കാൻഡിഡേറ്റ് വരാനാണ് എല്ലാ സാധ്യതയും നിലനിൽക്കുന്നത്. ശരി, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി ഇപ്പോൾ ഉണ്ടാകാനുള്ള സാഹചര്യമില്ല എന്ന് താങ്കൾ പറയുമ്പോഴും സമീപ ഭാവിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ ചരിത്രത്തിൽ ദിമിത്രോവ് തീസിസും ഐക്യമുന്നണിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജർമ്മനിയെ നാസിസത്തെ തകർക്കാൻ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഒപ്പം നിന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർട്ടിയും അതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇവിടെ ജനാധിപത്യം അപകടപ്പെടുകയാണെങ്കിൽ, ഭരണഘടന അപകടപ്പെടുന്നു എന്ന ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ ഒരു ഐക്യമുന്നണി വേണ്ടിവരില്ലേ? അപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള രാഷ്ട്രീയ ഭിന്നതകൾ, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം തുടങ്ങിയ നയസമീപനങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അല്ല, ഫാസിസത്തിലേക്ക് രാജ്യം മാറുന്നു എങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനം രൂപപ്പെടും, അതിനൊന്നും സംശയമില്ല. പക്ഷേ ഇപ്പോഴും ഫാസിസമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയായ ഒരു നിലപാടല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഈ ചാനൽ കൈകാര്യം ചെയ്യാനൊന്നും സാധിക്കില്ല. ഫാസിസം വന്നിരുന്നുവെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം പരിപൂർണമായിട്ട് ഇല്ലാതാവും. ഭരണകൂടത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്തും. ആ തലത്തിലേക്കൊക്കെ പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പോയിട്ടില്ല. മാത്രമല്ല, ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഫാസിസ്റ്റുകളുമായിട്ട് ഐക്യമുണ്ടാക്കിയത്. ഗോപാലകൃഷ്ണൻ ഈ ചരിത്രം കൃത്യമായിട്ട് പഠിക്കുകയോ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. മുമ്പ് ഞാൻ ഒരുപാട് ഫാസിസത്തെ തകർത്ത് ഞാൻ പറയുന്നത് നിങ്ങൾ ചരിത്രം മാത്രം പഠിച്ചാൽ പോരല്ലോ. ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു അംശം മാത്രം എടുത്താൽ പോരാ. ഗോപാലകൃഷ്ണ, ആരാ ഫാസിസത്തെ തകർത്തത്? സോവിയറ്റ് റഷ്യയാണ്. 2 കോടിയോളം വരുന്ന കമ്മ്യൂണിസ്റ്റ് യോദ്ധാക്കളെ ഫലപ്രദമായിട്ട് വിന്യസിപ്പിച്ചിട്ട് ഫാസിസ്റ്റുകളെ തീർത്ത് പരാജയപ്പെട്ടത്, ജർമ്മനിയെ തോൽപ്പിച്ചത്, ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയത് നിങ്ങളാണ്. RSSും BJPയും അല്ലെങ്കിൽ അമേരിക്കയാണ്. വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാസിസത്തിന്റെ അന്ത്യം കുറിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്, സോവിയറ്റ് റഷ്യയാണ്. സോവിയറ്റ് റഷ്യയുടെ മണ്ണിൽ വെച്ചുകൊണ്ടാണ് ജർമ്മനിയെ ഫാസിസത്തെ തകർന്നത്. അമേരിക്ക പഠിക്കണം. ആദ്യം പഠിച്ചു വരണം സംസാരിക്കാൻ. അമേരിക്കയുടെ കൂടെ എന്നുള്ളതല്ലോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ. നിങ്ങൾ എന്നുള്ളതല്ല, വേറൊരു രാജ്യമാണല്ലോ. സോവിയറ്റ് ചെമ്പട സ്റ്റാലിൻഗ്രാഡ് തിരിച്ചുപിടിച്ച് നാസി സൈന്യത്തെ തോൽപ്പിച്ചതോടുകൂടിയാണല്ലോ അഡോൾഫ് ഹിറ്റ്ലർ പരാജയപ്പെടുന്നത്. അതാണ് ചൂണ്ടിക്കാണിച്ചത് ഗോവിന്ദൻ മാസ്റ്റർ. അവിടെ സോവിയറ്റ് റഷ്യയുടെ കരുത്തും സോവിയറ്റ് റഷ്യയുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ഫാസിസത്തെ തകർത്ത കാഴ്ച ലോകം മുഴുവൻ കണ്ടതാണ് ഗോപാലകൃഷ്ണ. എന്നിട്ട് ഇപ്പോഴും അവിടെ എപ്പോഴോ ഉണ്ടാക്കിയ ഒരു അടവ് നയത്തെ അതിനെയാണ് പർവ്വതീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫാസിസത്തെ തകർക്കുന്നതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകം മുഴുവൻ കണ്ടതന്നെയാണ് ഞാൻ പറയുന്നത്. ഫാസിസത്തെ തകർത്തത് അമേരിക്കയാണോ? ജർമ്മനിയെ തകർത്തത് അമേരിക്കയാണോ? നിങ്ങൾ ഓരോന്നോരോന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോവിയറ്റ് റഷ്യയുടെ മണ്ണിൽ വെച്ചാണ് ഫാസിസത്തെ ഞങ്ങൾ കൃത്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് സ്വീകരിച്ചത് ഫാസിസത്തിനെതിരായിട്ട് തന്നെയാണ്. ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ നിലപാടാണ്. എല്ലാ കാലവും എല്ലാ സന്ദർഭത്തിലും ഇങ്ങനെ ഓരോന്നോരോന്ന് പറയാറുണ്ട്. തികഞ്ഞ അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചർച്ചയിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളല്ല, കുറേയും കൂടി ചരിത്രത്തോട് സത്യസന്ധത ഉണ്ടാവണം. ഒന്ന്, നമ്മുടെ വിഷയം രണ്ടാം ലോക മഹായുദ്ധമല്ല. നമ്മുടെ വിഷയം രണ്ടാം ലോക മഹായുദ്ധമല്ല, ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ജപ്പാനിൽ ബോംബിട്ടത് അമേരിക്കയാണ്. അതേസമയം ജർമ്മനിയുടെ സൈന്യത്തെ തുരത്തിയത്, സ്വന്തം ഭൂഭാഗം തിരിച്ചുപിടിച്ചത് സോവിയറ്റ് യൂണിയനും. അത്തരം കാര്യങ്ങളൊന്നും തർക്കിച്ച് നമുക്ക് ചർച്ചയെ ആ രംഗത്തേക്ക് കൊണ്ടുപോകേണ്ട. വളരെ നന്ദി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ശ്രീ NP ചേക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്. ഇന്നിപ്പോൾ AK ആന്റണി
കേരളത്തിലെ ഇടതുപക്ഷത്തോടും പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് കോൺഗ്രസുമായി കൂട്ടുചേരേണ്ടി വരും, കാലത്തിന്റെ ചുവരെടുത്ത് വായിക്കേണ്ടി വരും എന്ന്. ഒരു നാൾ നിങ്ങൾക്കും കോൺഗ്രസിനൊപ്പം നിന്ന് BJP-യുടെ രാഷ്ട്രീയത്തെ എതിർക്കേണ്ടി വരും എന്ന AK ആന്റണിയുടെ വാദത്തെ പക്ഷേ കേരളത്തിലെ CPM നേതാക്കൾ തള്ളിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കോൺഗ്രസുമായി കൂട്ടുവേണ്ട എന്ന് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നു. എന്തായാലും വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കാണും, അതിനുശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണും. എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം ഉരുത്തിരിയുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം.